നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെങ്കടലായി കുളപ്പുള്ളി നഗരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ പ്രൗഢഗംഭീര സ്വീകരണം. കേരളത്തിൽ VD സതീശൻ കോലീബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്ററാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല വിഷയം CPM നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്ന് MV ഗോവിന്ദൻ. കുളപ്പുള്ളിയിൽ വാർത്താ സമ്മേളനം. വികസന മുന്നേറ്റ ജാഥ ജില്ലയിൽ പര്യടനം തുടരുന്നു. ഒറ്റപ്പാലത്ത് ആവേശോജ്വലമായ സ്വീകരണം. ജാഥയെ സ്വീകരിച്ചത് 10,000. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. AICC-യാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയെന്നും KC. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നും KC വേണുഗോപാൽ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും AICC ജനറൽ സെക്രട്ടറി. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും EN സുരേഷ് ബാബു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് CPM-ഉം സർക്കാരുമെന്നും എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. പൂരം കലക്കൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും മന്ത്രി K രാജനും സുനിൽകുമാറുമാണ് പൂരം കലക്കിയതിനു പിന്നിലെന്നും ഗോപാലകൃഷ്ണൻ. കമ്മീഷണറെയും ADGP-യെയും സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും താനാണ് ഒന്നാം പ്രതിയെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനില്ലെന്നും അനാവശ്യ വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്താൻ താനില്ലെന്നും മന്ത്രി K രാജൻ. ശിവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്നത് നിരവധി ഭക്തർ. വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും ശിവരാത്രി ആഘോഷം. വാർത്തകൾ വിശദമായി. ചെങ്കടലായി കുളപ്പുള്ളി നഗരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് കുളപ്പുള്ളിയിൽ ലഭിച്ചത്. കേരളത്തിൽ VD സതീശൻ കോലീബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്ററാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. BJP-യുമായി അന്തർധാരയുണ്ടാക്കിയാണ് VD സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്നും കോൺഗ്രസ്, ലീഗ്, BJP, ജമായത്തെ ഇസ്ലാമി കോർഡിനേറ്റർ ആയാണ് ഇപ്പോഴത്തെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ജമായത്തെ ഇസ്ലാമിയും RSS-ഉം സമൂഹത്തിൽ വർഗീയത കലർത്തുന്നു. ഇത് തുടർന്നാൽ കേരളമുണ്ടാകില്ലെന്നും വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസത്തെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ വർഗീയതയെ തുരത്താനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ നമുക്ക് പ്രതിരോധിക്കാനാവൂ. ആ വർഗീയ പ്രതിരോധ ശേഷിയുള്ള വിശ്വാസി സമൂഹത്തെ ചേർത്ത് നമുക്ക് ഈ കേരളത്തിൽ വർഗീയതക്കെതിരായി പൊരുതാം എന്നാണ് ഈ ജാഥ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പൊരുതുന്നില്ലെങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല എന്ന ദുരന്തം ഞാനായും തന്നെ നിങ്ങളോട് പറയുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ജാഥക്ക് തൊട്ട് പറയാനായി ഒരു ജാഥ വരുന്നുണ്ട്. VD സതീശന്റെ നുണ ജാഥ. രാവിലെ എഴുന്നേറ്റ ഉടനെ നുണ പറയാൻ തുടങ്ങി. വേറെ ഒരു പരിപാടിയും പറയുന്നില്ല, നുണ മാത്രം. അത് ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് പറയുക. ഇന്നലെ പറഞ്ഞു തീവ്ര വലതുപക്ഷമാണ് CPIM വലതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ന്. അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാവർക്കും അനുഭവവേദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മുതലാളിമാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, ഇപ്പോൾ BJP. രണ്ടും ഒരേ വാർത്തയും. വലതുപക്ഷം മാത്രമല്ല, ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭൂപ്രഭുത്വത്തിൻ്റെ സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് കോൺഗ്രസും BJP.
സംസ്ഥാനത്ത് CPM നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. MR മുരളി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മന്ത്രി MP രാജേഷ്, ജാഥ അംഗങ്ങളായ KS സലീഖ, P. സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, P. ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശബരിമല വിഷയം CPM നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി പറഞ്ഞപ്പോഴാണ് സ്ത്രീകളെ മല കയറ്റിയതെന്നും ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയതായും UDF ജമാഅത്തയെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും ഷൊർണൂർ കുളപ്പള്ളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. PK ശശി വിഷയത്തിൽ പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്നും ശശിയല്ല ആരു പോയാലും CPMന് പ്രശ്നമില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല. ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ റിപ്പോർട്ട് വന്നിട്ടില്ല. പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ പ്രതികരിക്കാമെന്നും തികച്ചും തെറ്റായ അപാകത നിറഞ്ഞ റിപ്പോർട്ടാണിതെന്നായിരുന്നു MV ഗോവിന്ദൻ്റെ മറുപടി. ഗവൺമെന്റല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയാം. അതിന് മുമ്പ് ഞാനെങ്ങനെയാ ആ കാര്യം ഇവിടെ പറയാം? ദേവസ്വം ബോർഡിനെ പരിശോധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ബോർഡ് റിപ്പോർട്ട് അവരുടെ മുമ്പിൽ വന്നില്ല. അവർക്ക് ഇതൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് 3 കോടിയോളം രൂപ അവർ കിട്ടിയില്ലാതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയായ റിപ്പോർട്ടല്ല, പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റി പ്രതികരിക്കാം. മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ലെന്ന് സമസ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത കൃത്യമായ മുന്നറിയിപ്പാണ് UDFന് നൽകിയിരിക്കുന്നത്. VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിക്കുമുള്ള മുന്നറിയിപ്പാണിത്. UDF ജമാഅത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സമസ്ത നൽകിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് UDF ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, വേറൊരു ഭാഗത്ത് BJP. രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് പോലീസ് സതീശനാണ്. അപ്പോൾ പോലീസിന്റെ പഴയ കാലം അതിന്റെ പുതിയ രൂപമാണ് കേരള കോൺഗ്രസ്, BJP, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ കോർഡിനേറ്ററാണ് യഥാർത്ഥത്തിൽ VD സതീശൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് വൻ സ്വീകരണം. ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നും 10,000-ലധികം ആളുകൾ പങ്കെടുത്തതായി കണക്ക്. സമ്മേളനത്തിൽ K. പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ MP, NCP വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസ് S സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ഗോപിനാഥ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. എന്നാൽ അത് കുറച്ചുകൂടി പ്രയാസമായിട്ട് മാറിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഗവൺമെന്റ് നിരവധിയായ ചർച്ചകളിലൂടെ തീരുമാനിച്ചു. അവരുമായി ബന്ധപ്പെട്ട കരാറിന്റെ ഭാഗമായിട്ടുള്ള കുറെ പണമില്ലാതെ നടത്താനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഇനി അങ്ങോട്ട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃഷിക്കാരന് കൃത്യമായി സംഭരിക്കുന്ന നെല്ലിന്റെ വില കൃത്യമായിട്ട് നൽകാൻ കഴിയുന്ന തരത്തിൽ സഹകരണ മേഖലയെ അടിസ്ഥാനപ്പെടുത്തി പുനഃസംവിധാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ജാഥ ഞങ്ങളുടെ എത്തിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി KC വേണുഗോപാൽ. AICCയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നും KC പറഞ്ഞു. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണെന്നും KC കൂട്ടിച്ചേർത്തു. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിൽ മത്സരിച്ചവരുടെ യോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് AICCയാണ്. കേരളത്തിൽ നിന്നും കൊടുക്കുന്ന പട്ടിക നോക്കിയാണ് സ്ഥാനാർത്ഥി നടത്തുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ സംഗമം KM മഹലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇപ്പോൾ UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ വസ്തുക്കൾ തന്നെ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ട് കഴിഞ്ഞു. കാർഷിക മേഖലയിലും ഇടതുപക്ഷ സർക്കാർ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കർഷകർ കൃഷി പോലും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇടതുപക്ഷം സംജാതമാക്കിയിരിക്കുന്നത്. സംഭരിച്ച നെല്ലിന് പോലും അർഹമായ വില ലഭിക്കുന്നില്ല. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ
കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷി ചെയ്യുന്നത് തന്നെ കുറ്റകരമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവും കേരളവും ഒക്കെ ഭരണമുണ്ടായാലും അടിസ്ഥാനപരമായി നമ്മുടെ ഗ്രാമത്തെ ബാധിക്കുന്ന, നഗരങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൗലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ ബോഡികളിൽ ഒന്നിനും സ്ഥാനമില്ലാതെ പോയാൽ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്ക് നിലനിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ അതൊരു സെമി ഫൈനൽ ആയിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഫുട്ബോൾ മത്സരത്തിലൊക്കെ കാണുന്നത് സെമി ഫൈനൽ. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ 10 വർഷക്കാലത്തോളമുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തോട് ഏറ്റവും കൂടുതൽ അമർഷമുള്ള ജനവിഭാഗം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കാൻ രംഗത്ത് വന്നു. അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് മുന്നേറ്റമുണ്ടായി. ചില ജില്ലകളിൽ അത് വൺ സൈഡഡ് വിക്ടറി ആയിട്ട് നമുക്ക് മലപ്പുറത്തൊന്നും എതിരാളികളില്ല. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ അതുപോലെ തന്നെയാണ്. അപ്പൊ മറ്റു ജില്ലകളിലും നല്ല നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിട്ട് മാറി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം സീറ്റുകളിലേക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുന്നവർ ആയിരിക്കണം ജനപ്രതിനിധികളെന്നും കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, KPCC വൈസ് പ്രസിഡന്റുമാരായ VT ബൽറാം, രമ്യ ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ C. ചന്ദ്രൻ, KA തുളസി, നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, സെക്രട്ടറിമാരായ P. ബാലഗോപാൽ, PV രാജേഷ്, P. ഹരിഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് സർക്കാരും CPIM എന്നും, എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ₹1 പോലും ചെലവഴിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിലൂടെയാണ് അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ചതെന്നും മുൻ പ്രസിഡന്റ് പ്രശാന്ത് കണക്ക് സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് രാജ്യത്തെ എല്ലാ മേഖലയിലും ഒന്നാമതാവുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ വികസനം നടന്നത്. മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ ₹1 പോലും തരാതിരുന്നിട്ടും അവിടെ ടൗൺഷിപ്പ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള കള്ളപ്രചരണം, അതുപോലെ CPMനെ ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കാനുള്ള കണ്ണൂരിലെ ധനരാജ് രക്തസാക്ഷിയുടെ ഫണ്ട് വിവാദം, ഇത്തരം കാര്യങ്ങളല്ല ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക് അതിലാകെ വലിയ വെട്ടിപ്പാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല. ഇതെല്ലാം ഇപ്പോൾ നിലവിൽ ആ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ 5 നയാ പൈസ പോലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടി വന്നില്ല. 3 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. ആ 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് 5 നയാ പൈസ എടുക്കേണ്ടി വന്നില്ല എന്നുള്ളത് കണക്ക് നിരത്തിക്കൊണ്ട് തന്നെ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം പോലും ഒരു ദുരന്ത കാലഘട്ടങ്ങളിൽ പോലും തരില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും നാം കണ്ടത്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും ₹1 സഹായം രാജ്യത്തെ ഗവൺമെൻറ് BJP ഗവൺമെൻറ് തരാതിരുന്നിട്ടും LDF ആ ദുരന്തത്തിന് ശേഷം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്.
യാതൊരു തടസ്സവുമില്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെയെല്ലാം രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തെ നേരിടാൻ പാകത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അതിനെയെല്ലാം മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് പാർട്ടിയും സർക്കാരും പ്രവർത്തിക്കുന്നത്. CPM സർക്കാരും വികസനം ഉയർത്തിക്കാണിച്ചാണ് ജനങ്ങളിലെത്തുന്നത്. എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ BJP നയം തന്നെയാണ് UDFും സ്വീകരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ വിജയത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കി കഴിഞ്ഞുവെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരം കലക്കൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും മന്ത്രി K രാജനും സുനിൽകുമാറുമാണ് പൂരം കലക്കിയതിന് പിന്നിലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കമ്മീഷണറെയും ADGPയെയും സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും B ഗോപാലകൃഷ്ണൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെയും വിശ്വാസികളെയുമാണ് പോലീസ് തല്ലിയത്. വാദിയാണ് വാസ്തവത്തിൽ തിരുവമ്പാടി ദേവസ്വം. ഇതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ട വ്യക്തമാണ്. പൂരം കലക്കിയതിന് പിന്നിൽ മന്ത്രി K രാജനും സുനിൽകുമാറുമാണ്. സുനിൽകുമാർ ഇപ്പോൾ എല്ലാ കുറ്റവും കലക്ടറുടെ മേൽ ചാരുകയാണ്. ഇതിനു മുൻപ് ADGPക്കെതിരെയായിരുന്നു സുനിൽകുമാറിൻ്റെ ആരോപണം. മന്ത്രി K രാജനും VS സുനിൽകുമാറുമാണ് പൂരം അട്ടിമറിച്ചത്. ഇവരെ പ്രതി ചേർത്ത് കേസെടുക്കണം. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊണ്ടാണത് പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വെളിയിൽ വിടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, അന്വേഷണ കമ്മീഷനുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ട് അവർ വെളിയിൽ വിടണം. ഒന്ന്. രണ്ട്, വാദിയെയാണ് ഇവിടെ പ്രതിയാക്കിയിരിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ വാദിയെ പ്രതിയാക്കുന്ന ഈ സമീപനം, ആരാ വാദി? തിരുവമ്പാടി ദേവസ്വമാണ് വാദി. തിരുവമ്പാടി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെയും ദേവസ്വത്തിലെ ചുമതലപ്പെട്ടവരെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആ ഭാഗത്തുള്ള ക്ഷേത്ര വിശ്വാസികളുമാണ് പോലീസ് തല്ലിയത്. കമ്മീഷണറെയും ADGPയെയും ഇപ്പോൾ സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണം. അല്ലാത്ത പക്ഷം BJP ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്ന് മന്ത്രി K രാജൻ. താനാണ് ഒന്നാം പ്രതിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കാൻ ഇല്ലെന്നും അനാവശ്യ വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്താനില്ലെന്നും K രാജൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു, ഞാനല്ലോ പറഞ്ഞത്. റിപ്പോർട്ട് വന്നുവെന്നും അങ്ങനെ കേൾക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞവർക്ക് റിപ്പോർട്ട് കൊണ്ടുവരട്ടെ, അപ്പാകാം. എൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാനൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതാണ്, കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എൻ്റെ മുമ്പിലേക്കോ കേരളത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കോ ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. സർക്കാരിൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുമ്പിലേക്കും അത് വരും. വരുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ പ്രതികരണം ആ കാര്യത്തെക്കുറിച്ച് നടക്കും. വരുന്നതിന് മുമ്പും ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകൾക്ക് മുമ്പായി ആ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പൂരത്തിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഊറ്റിയെടുത്തത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ പൂരപ്പറമ്പിൽ മുണ്ടും വളച്ചു കുത്തിച്ച് കൊല്ലം എത്രയായി നടന്നു തുടങ്ങിയിട്ട് ഇതിൻ്റെ ഗുണഫലങ്ങൾ ആരാണ് എടുത്തതെന്നും വെള്ളത്തിൽ കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചത് ആരാണെന്നും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. കോട്ടായി സെന്ററിൽ വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കനാലിന് മുകളിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഗതാഗത കുരുക്ക് രൂക്ഷമായ കോട്ടായി സെന്ററിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെയും ഇടയിൽ പ്രധാന പാതയോരത്തെ മലമ്പുഴ മെയിൻ കനാലിനു മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കനാലിനു മുകളിൽ 65 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയിട്ടുണ്ട്. അനുബന്ധ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. മിനി ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നതും കാത്ത് വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ. വാഹനങ്ങളുടെ പെരുപ്പവും ഗതാഗത തിരക്കും മൂലം രൂക്ഷമായ പ്രശ്നം നേരിടുന്ന കോട്ടായി സെന്ററിൽ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSSPU 34 ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പാലക്കാട് റൂറൽ ബ്ലോക്കിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള
വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. കോങ്ങാട് GUP സ്കൂളിൽ നടന്ന പരിപാടി കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് GUPSൽ വെച്ച് നടന്ന പരിപാടി കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. KSPU ജില്ലാ കമ്മിറ്റി അംഗം P. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ MC വാസുദേവൻ, PR രാജേശ്വരി, വൈസ് പ്രസിഡന്റ് P. ദിനകരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി P. കൃഷ്ണദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KK കൗസല്യ നന്ദിയും പറഞ്ഞു. മത്സരങ്ങളിൽ 150-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് ജില്ലാ സമ്മേളനത്തിൽ വെച്ച് സമ്മാനം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് 3 ദിവസങ്ങളായി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല ക്ലബ്ബ് ബുൾബുൾ ഉത്സവത്തിന് കൊടിയിറങ്ങി. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. 42 വിദ്യാഭ്യാസ ജില്ലകളിൽ തിരൂർ വിദ്യാഭ്യാസ ജില്ല 1ാം സ്ഥാനം കരസ്ഥമാക്കി. 42 വിദ്യാഭ്യാസ ജില്ലകളിൽ തിരൂർ വിദ്യാഭ്യാസ ജില്ല 1ാം സ്ഥാനവും ആതിഥേയരായ പാലക്കാട് വിദ്യാഭ്യാസ ജില്ല 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മാനേജർ ബാലസുബ്രഹ്മണ്യൻ, ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ ലതിക VK, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ രാജേഷ് C. സുധീഷ് കുമാർ, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ രാജേഷ് C. സുധീഷ് കുമാർ ASOS എന്നിവരെ ആദരിച്ചു. കൺവീനർമാരായ ബാബുരാജ്, ഷീല ജോസഫ്, ഗീത R എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര പഞ്ചായത്ത് 7ാം വാർഡിലെ കോട്ട മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് കോൺഗ്രസ്. മങ്കര കോട്ട കുടിവെള്ളം പദ്ധതിയുടെ മോട്ടോർ കേടുപാടുകൾ സംഭവിച്ചതോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇത് ഏറ്റെടുക്കുകയും ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് ചന്ദ്രേട്ടൻ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിന് 10 വർഷക്കാലമായിട്ട് യാതൊരു മെയിൻ്റനൻസ് പണിയോ യാതൊന്നും ചെയ്യാതെ തന്നെ ഇവർ അതിനെ ഒരു നോക്കുകുത്തിയായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. മുൻ മങ്കര പഞ്ചായത്ത് അംഗം ഉണ്ണി കോട്ട സമരം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സുരാജ് അധ്യക്ഷത വഹിച്ചു. കുട്ടൻ, ഉഷാകുമാരി, കാവ്യ, ഗീത, രമണി എന്നിവർ സംസാരിച്ചു. അനീഷ് കോട്ട സ്വാഗതവും ജാനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയ ശ്രീലാൽ ആലമ്പിള്ളിക്ക് കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ് ശ്രീലാൽ. ചടങ്ങിൽ മുതിർന്ന 25 പൗരന്മാരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആദരണ ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മഹാശിവരാത്രി ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ഉന്നതങ്ങൾ കീഴടക്കിയ ശ്രീ ആലമ്പിള്ളി തിരുമേനി, ശ്രീലാൽ ആലമ്പിള്ളി തിരുമേനിയെ ആദരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഇന്ന് നമുക്കുണ്ട്. അതിജീവനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈമുതലായി ശ്രീ ആലമ്പിള്ളി തിരുമേനി കൈവരിച്ച ഈ വിജയം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. ക്ഷേത്ര പ്രവർത്തനങ്ങളാണ് ഉപജീവന മാർഗവും മറ്റ് മാർഗങ്ങളുമായി നടക്കുന്ന ശ്രീലാൽ എന്ന തിരുമേനി നമ്മുടെ ഇന്ന് ഉയരങ്ങൾ കീഴടക്കി നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. അത് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പാലക്കാട് സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറി വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധ ചിത്രകാരൻ നാരായണൻകുട്ടി താഴത്തെ വീടിന്റെ ചിത്രപ്രദർശനം നടന്നു. ഡോക്ടർ പാർവതി വാര്യർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ P.K. ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ നോവലിസ്റ്റ് അശോകൻ രാജീവം, കവി സതീഷ് കൊയിലത്ത്, മുരളി ഏകത്വ, M. റസാഖ് ബത്തേരി, ഗുരുജി ഗുരുവായൂരപ്പൻ, ലക്ഷ്മിക്കുട്ടി, ശ്രീനാഥ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ലൈബ്രറി സെക്രട്ടറി T.S. പീറ്റർ സ്വാഗതവും ചിത്രകാരൻ നാരായണൻകുട്ടി താഴത്തെ വീട് നന്ദിയും പറഞ്ഞു. വാടാനംകുറിശി ശ്രീ ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജകളും അഖണ്ഡ നാമജപവും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇത് കൈപ്പയിൽ മഹാദേവ ക്ഷേത്രം, 108 ശിവാലയങ്ങളിലൊന്നായ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ നിന്ന് ശിവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാവിലെ നിത്യപൂജകളൊക്കെ കഴിഞ്ഞു, നിർമ്മാല്യ ദർശനം അതെല്ലാം കഴിഞ്ഞു.
ഇനി അഖണ്ഡ നാമജപം തുടങ്ങുകയാണ്. അതിനുശേഷം സഹസ്ര കലശാഭിഷേകം. അഖണ്ഡ നാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ സഹസ്ര കലശാഭിഷേകം 8 മണിക്ക് തുടങ്ങും. തന്ത്രി പനാവൂർ ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും. അതിന് ശ്രീഭൂതബലി, പ്രസാദൂട്ട്. അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് ഗണേശോത്സവ സമിതി ഒരുക്കുന്ന ദീപം തെളിയിക്കൽ, പിന്നെ കേളി. അതിനുശേഷം 7 മണിക്ക് ദർശന പ്രദീപ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. പിന്നെ അതിനുശേഷം പഞ്ചാക്ഷര സമിതി അവതരിപ്പിക്കുന്ന ഭജന. പിന്നെ 9:30 മുതൽ രാത്രി 9 മുതൽ യാമപൂജ. രാത്രി 12 മണിയോടുകൂടി ശ്രീഭൂതബലിയോടുകൂടി ഈ ആഘോഷങ്ങളുടെ പരിസമാപ്തി. വാടാനംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തി. ചെറുതുരുത്തി താഴപ്ര സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആഘോഷ പരിപാടികളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മാറ്റൊലി. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ നിരന്തരം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വരെ ഇത്തരം കുപ്രചരണങ്ങൾ നടക്കുന്നു. ഇല്ലാത്ത പദ്ധതികളെക്കുറിച്ചാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ച് ലോൺ, പെൻഷൻ എന്നിവ ചിലതു മാത്രം. വളരെ വ്യാപകമായി വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോഴും എന്തുകൊണ്ട് ഇത്തരം വ്യാജരെ പിടികൂടാൻ കഴിയാത്തത്? മാറ്റൊലിയിലേക്ക്. സമൂഹ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്തായി വ്യാജ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ, സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിരന്തരമായിട്ട് സമൂഹ മാധ്യമങ്ങൾ വരുന്ന പല വാർത്തകളും, സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന പല വാർത്തകളിലും അതിതീവ്രമായ സത്യവിരുദ്ധത ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വാർത്തകളിലല്ല, നിരവധി ചാനലുകളുടെ വാർത്തകളിൽ, നിരവധി യൂട്യൂബ് ബ്ലോഗേഴ്സിൻ്റെ വാർത്തകളിലൊക്കെ സത്യവിരുദ്ധത നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇതിനെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടിയാണ് എടുക്കേണ്ടതെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ് അതിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത് എങ്കിൽ അത് തീർച്ചയായും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്കടലായി കുളപ്പുള്ളി നഗരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ പ്രൗഢഗംഭീര സ്വീകരണം. കേരളത്തിൽ VD സതീശൻ കോലീബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്ററാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല വിഷയം CPM നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ലെന്ന് MV ഗോവിന്ദൻ. കുളപ്പുള്ളിയിൽ വാർത്താ സമ്മേളനം. വികസന മുന്നേറ്റ ജാഥ ജില്ലയിൽ പര്യടനം തുടരുന്നു. ഒറ്റപ്പാലത്ത് ആവേശോജ്വലമായ സ്വീകരണം. ജാഥയെ സ്വീകരിച്ചത് 10,000. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. AICCയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയെന്നും KC. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നും KC വേണുഗോപാൽ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും AICC ജനറൽ സെക്രട്ടറി. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങൾ എന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും EN സുരേഷ് ബാബു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് CPM-ഉം സർക്കാരുമെന്നും, എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. പൂരം കലക്കൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും മന്ത്രി K രാജനും സുനിൽകുമാറുമാണ് പൂരം കലക്കിയതിനു പിന്നിലെന്നും ഗോപാലകൃഷ്ണൻ. കമ്മീഷണറെയും ADGP-യെയും സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ.
പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും താനാണ് ഒന്നാം പ്രതിയെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനില്ലെന്നും അനാവശ്യ വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്താൻ താനില്ലെന്നും മന്ത്രി കെ രാജൻ. ശിവരാത്രി ആഘോഷനിറവിൽ ക്ഷേത്രങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്നത് നിരവധി ഭക്തർ. വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും ശിവരാത്രി ആഘോഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.